നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലേഹ്യമാണ്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല സമയം എടുക്കും. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് ആയതുകൊണ്ട് ഷോർട്ടാക്കി കൊടുക്കുന്നതാണ്. ഇത് നല്ലോണം സമയം എടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. അതിൽ ആ വെള്ളമയമൊക്കെ പൊട്ടിത്തെറിച്ച് പോകണം, എന്നാലേ നമുക്ക് ആ കറക്റ്റ് പരുവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലിലും എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതും തെളിഞ്ഞ് വരും. പിന്നെ കാറ്റ് കെടുക്കാത്ത ഡപ്പയിലൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂക്കുലലേഹ്യം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്